മനുഷ്യൻ മാത്രമല്ല, ഇതര ജീവികളും സ്വർഗത്തിൽ പ്രവേശിക്കും. മനുഷ്യനും ഇതര ജീവികളും സ്വർഗത്തിലുണ്ടാവുമെന്ന് ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. നമ്മൾ ഇബാദത്തുകളൊക്കെ ചെയ്തുകൊണ്ടാണ് സ്വർഗലോകം കരസ്ഥമാക്കുന്നതെങ്കിൽ മറ്റ് ജീവികൾ അതൊന്നും കൂടാതെ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കാരുണ്യം കൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. ആ ജീവികളിൽ ഒന്നാമത്തെ ജീവിയാണ് മിഹ്റാജിൻ്റെ രാത്രിയിൽ, അതായത് ഇസ്രാ മിഹ്റാജ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയപ്പോൾ മിഹ്റാജ് പോയപ്പോൾ ഒരു ബുറാഖ് എന്ന് പറയുന്ന ഒരു വാഹനം ഉപയോഗിച്ചിരുന്നു. ആ വാഹനമാണ് ഒന്നാമതായിക്കൊണ്ട് കിടക്കുന്ന സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ജീവി. വാഹനമായിട്ട് ഉപയോഗിച്ച ആ ജീവിയാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഒന്നാമത്തെ ജീവി. രണ്ടാമതായിക്കൊണ്ട് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ലോകമടക്കി ഭരിച്ച സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു വഴിയിലൂടെ സുലൈമാൻ നബിയും സൈന്യവും സഞ്ചരിക്കുന്ന സമയത്ത് ആ സഞ്ചാരപാതയിൽ വഴി നടക്കുകയായിരുന്ന ഉറുമ്പുകൾ, വരിയായി നടക്കുന്ന ഉറുമ്പുകൾ. ആ ഉറുമ്പുകളുടെ നേതാവ് പറഞ്ഞു, സുലൈമാൻ നബിയും സൈന്യവും വരുന്നുണ്ട്, ഉടനെ തന്നെ നിങ്ങൾ വീട്ടിൽ കയറി രക്ഷപ്രാപിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ ആ രക്ഷപ്രാപിച്ചോളൂ എന്ന് പറഞ്ഞാൽ ഉറുമ്പുകളുടെ നേതാവായ ഉറുമ്പ് സ്വർഗത്തിലുണ്ടാവുമെന്ന് ചരിത്രങ്ങളിൽ കാണാൻ കഴിയുന്നു. മൂന്നാമതായിക്കൊണ്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ അതിഥികൾക്ക് വേണ്ടി അറുത്തു കൊടുത്ത ഒരു പശുക്കുട്ടി ഉണ്ടായിരുന്നു. പശുക്കുട്ടി, മുലകുടി പോലും പറ്റാത്ത പശുക്കുട്ടിയെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അറുത്ത അതിഥികൾക്ക് സൽക്കാരം നൽകിയത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പശുവിൻ്റെ അമ്മയ്ക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ഉമ്മയ്ക്ക്, അല്ലെങ്കിൽ ആ പശുവിന്, കുട്ടിയുടെ അമ്മയ്ക്ക് വളരെയധികം സങ്കടമാവുകയും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആ അറുത്ത പശുക്കുട്ടിയുടെ എല്ലുകളെ തലോടിക്കൊണ്ട് പുതിയൊരു പശുക്കുട്ടിയെ പുനർജീവിപ്പിച്ച് അതിനെ പശുവിന് നൽകിയെന്നൊക്കെ കാണാൻ കഴിയുന്നു. അപ്പോൾ ആ പശുക്കുട്ടിയും സ്വർഗത്തിലാണ്. പിന്നെ നാലാമതായിക്കൊണ്ട് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന് പകരം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അറുത്ത ഒരാടുണ്ട്. സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ആടാണ്. ആ ആട് ജിബ്രീൽ അലൈഹി ഇസ്ലാം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അറുക്കുന്ന സമയത്ത് അറുത്തിട്ട് മുറിയാതെ വന്നപ്പോൾ, നീ ഇത് കുട്ടിയെ അറുക്കേണ്ട, നിങ്ങൾ ഈ ആടിനെ അറുത്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആടിനെ കൊണ്ടുവന്ന് കൊടുത്തു. ആ ആടും സ്വർഗത്തിലാണ്. അപ്പോൾ ആ ആട് സ്വർഗത്തിൽ കടക്കുമെന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇനി അഞ്ചാമതായിക്കൊണ്ട് അൽ ബഖറയിൽ ഒരു ബനു ഇസ്രായേൽക്കാരോട് കൊണ്ടുവരാൻ പറഞ്ഞൊരു പശുവിനെ പറ്റി പറയുന്നുണ്ട്. ഒരു മഞ്ഞ പശുവിനെ തിരഞ്ഞു പിടിച്ചു കൊണ്ടുവന്നപ്പോൾ ഒരു പശു ഉണ്ടായിരുന്നു. ആ പശുവിനെ പിടിച്ചു കൊണ്ടുവന്ന് അവരറുത്തുകൊണ്ടാണ് അന്നത്തെ ആ കാര്യം നടത്തിയത്. അതായത് അവിടെ കുർബാന അല്ലെങ്കിൽ അർപ്പിക്കൽ നടത്തിയത്. അതുകൊണ്ട് ആ പശുവും സ്വർഗത്തിലാണ് എന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കുന്നു. പിന്നെ ഏഴാമതായിക്കൊണ്ട് അൽ കഹഫിലെ നായ. ആറാമത് അൽ കഹഫിലെ നായ. അൽ കഹഫ് സൂറത്ത് ഓതുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് അൽ കഹഫിലെ ആ കഹഫ് ഗുഹാനിവാസികൾക്ക് കാവൽ നിന്ന ഒരു നായയെ പറ്റിയിട്ട്. ആ നായയും സ്വർഗത്തിലാകുന്നു. എട്ടാമതായിക്കൊണ്ട് സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒട്ടകം. സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജനത സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു, നിങ്ങൾ ഈ കാണുന്ന പാറക്കല്ലിൽ നിന്ന് ഒരു ഒട്ടകത്തെ പുറപ്പെടുവിക്കണം. സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്തു. അതിന് പകരമായിക്കൊണ്ട് ആ പാറക്കല്ലിൽ നിന്ന് ഒട്ടകം പുറപ്പെട്ടു. ആ ഒട്ടകത്തെ നിങ്ങൾ ആരും ഉപദ്രവിക്കരുത്, അത് ഭൂമിയിലൂടെ മേഞ്ഞ് നടന്ന് തിന്നുകൊള്ളട്ടെ, അതിന് വെള്ളം കൊടുക്കണം, ഒരു ദിവസം വെള്ളം അതിന് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിബന്ധനകളൊക്കെ വെച്ചു. ആ നിബന്ധനകളൊക്കെ തെറ്റിക്കപ്പെട്ടു. എന്നിട്ട് അതിന് ഖുദാർ എന്ന് പറയുന്ന ഒരു മഹാപാപിയായ മനുഷ്യൻ അതിനെ കൊല്ലുകയാണ് ചെയ്തത്. അതുമുതൽ സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ജനതയിലേക്ക് പിന്നെ ശിക്ഷ ഇറങ്ങുകയാണ്. അപ്പോൾ ആ സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒട്ടകം സ്വർഗത്തിലാകുന്നു. പിന്നെ അതുപോലെ തന്നെ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് ഒരു പക്ഷി ഉണ്ടായിരുന്നു. വിവരങ്ങൾക്ക് അന്വേഷിച്ചു വരുന്ന ഹുദുഹുദ എന്ന പേരുള്ള ഒരു മരക്കൊത്തി. ആ മരക്കൊത്തിയും സ്വർഗത്തിലാണ്. ബൽഖീസ് രാജാവും ബൽഖീസ് രാജ്ഞിയും അദ്ദേഹത്തിൻ്റെ പരിവാരങ്ങളും സൂര്യനെ ആരാധിക്കുന്നതായിക്കൊണ്ട് ഹുദുഹുദ കണ്ടെത്തുകയുണ്ടായി. അങ്ങനെ ഹുദുഹുദ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ അടുക്കൽ ചെന്ന് വിവരം പറയുകയും, വലിയ സംഭവമാണ്, അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ആ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ വിവരമറിഞ്ഞ് അവരെ ഹിദായത്തിലേക്ക് ക്ഷണിക്കുകയും അവരെ കൊട്ടാരത്തിലേക്ക് വരികയും ഹിദായത്ത് അവർ ഷഹാദത്ത് ഉച്ചരിച്ച് ഇസ്ലാമാവുകയും മുസ്ലിം ആവുകയും അവരെന്ത് ചെയ്തു, സുലൈമാൻ നബി അലൈഹി ഇസ്ലാം വിവാഹം ചെയ്യുകയും ഒക്കെ ചെയ്തു. അതിൽ പറയുന്ന ഹുദുഹുദ എന്ന് പറയുന്ന പക്ഷി സ്വർഗത്തിലാകുന്നു. പിന്നെ അടുത്തത് യൂനുസ് നബി അലൈഹി ഇസ്ലാമിനെ വിഴുങ്ങിയ മത്സ്യവും സ്വർഗത്തിലാണ്. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിഴുങ്ങിക്കളഞ്ഞ ഒരു മത്സ്യമുണ്ടായിരുന്നു. ആ മത്സ്യം യൂനുസ് നബി അലൈഹി ഇസ്ലാമിനെ വിഴുങ്ങിയിട്ട് അത് ദഹിക്കാതെ അത് കരയിലേക്ക് തുപ്പുകയാണ് ചെയ്തത്. ആ യൂനുസ് നബി അലൈഹി ഇസ്ലാമിനെ വിഴുങ്ങിയ മത്സ്യം സ്വർഗത്തിലുണ്ട് എന്ന് ചരിത്രങ്ങളിൽ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ
10 ജീവികളുടെ പേരായി. ഇനി 11ാമത്തെ ജീവിയുടെ പേര് 11ാമത്തെ ജീവി ഇൻഷാ അല്ലാഹ് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മകൻ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ചെന്നായ പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടൊരു സംഭവം നമുക്ക് യൂസുഫ് നബിക്ക് കേൾക്കാൻ കഴിയും. യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ സഹോദരങ്ങൾ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ചതിയിലകപ്പെടുത്തുകയും അങ്ങനെ കിണറ്റിടുകയും ചെയ്തു. പക്ഷേ വാപ്പയോട് വന്ന് അവർ പറഞ്ഞത് ചെന്നായ പിടിച്ചു എന്നാണ്. ചെന്നായ പിടിച്ചു എന്ന് പറഞ്ഞപ്പോൾ അവർ ആ ചെന്നായെ പിടിച്ചു കൊണ്ടുവരാൻ യാക്കൂബ് നബി അലൈഹി സ്വലാം പറഞ്ഞപ്പോൾ വല വിരിച്ച് ചെന്നായ പിടിച്ചു കൊണ്ടുവന്നു. ചെന്നായയോട് ചോദിക്കാൻ പറഞ്ഞപ്പോൾ ചെന്നായ പറഞ്ഞു, ഞാൻ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ പിടിച്ചിട്ടില്ല, ഇവർ കളവ് പറയുന്നതാണെന്ന്. ആ ചെന്നായയും സ്വർഗത്തിലാണ് എന്ന് ചരിത്രങ്ങൾ നോക്കിയാൽ നമുക്ക് കാണാം. ഇൻഷാ അല്ലാഹ് ഇങ്ങനെ 11 ജീവികൾ സ്വർഗത്തിൽ കടക്കുമെന്ന് ചരിത്രങ്ങൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. അള്ളാഹു നമുക്ക് നല്ലത് മനസ്സിലാക്കാനും കേൾക്കാനും തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾ അൽഹംദുലില്ലാ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.